ഹായ്. ഒരു ജോലിയൊക്കെ കിട്ടി അല്ലെങ്കിൽ ഒരു ബിസിനസ്സൊക്കെ തുടങ്ങി ഓരോ മാസവും നമുക്ക് വരുമാനം വന്നു തുടങ്ങുമ്പോൾ ഒരു തുടക്കക്കാരൻ എന്ന നിലയിൽ ആ വരുമാനം എങ്ങനെ ഇഫക്റ്റീവായി ഇൻവെസ്റ്റ് ചെയ്യണം എന്നതിനെക്കുറിച്ചാണ് ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. വെൽത്ത് ടോക്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ സേവ് ചെയ്യാൻ പരിശീലിക്കണം. എത്ര പണം സേവ് ചെയ്യുന്നു എന്നതല്ല, അത് ചെയ്യുന്നുണ്ടോ എന്നാണ് പ്രാധാന്യം. ചില കാര്യങ്ങൾ നമ്മൾ ശീലമാക്കേണ്ടതുണ്ട് തുടക്കത്തിൽ തന്നെ. ജീവിതത്തിൽ അതിൽ വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ് സേവിങ്സ്. എത്ര സാലറി കിട്ടുന്നു എന്നതല്ല, എത്ര ചെറിയ സാലറി ആയാലും അതിൻ്റെ ഒരു ചെറിയ ശതമാനം നമ്മൾ സേവ് ചെയ്യുന്നത് ഒരു ശീലമാക്കണം. ഇനി അങ്ങനെ സേവ് ചെയ്തു കഴിഞ്ഞാൽ അത് എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണം എന്നത് അതിനേക്കാൾ പ്രാധാന്യമാണ്. നമ്മൾ സാധാരണ കാണുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ബാങ്കിലെ സേവിങ്സ് അക്കൗണ്ട്, പിന്നെ ബാങ്കിലെ തന്നെ RD അഥവാ റിക്കറിംഗ് ഡെപ്പോസിറ്റ്, പിന്നെ ബാങ്കിൽ തന്നെ നമ്മൾ സാധാരണ ചെയ്യാറുള്ള FD അഥവാ ഫിക്സഡ് ഡെപ്പോസിറ്റ്. അതുകൂടാതെ പിന്നെ നമ്മൾ ചെയ്യാറുള്ളത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻഷുറൻസ് പോളിസീസ്, പലതരം LIC പോലുള്ള ഇൻഷുറൻസ് പോളിസികളിൽ ഇൻവെസ്റ്റ് ചെയ്യും. പിന്നെ അതും കൂടാതെ പിന്നെ മറ്റൊരു ഇൻവെസ്റ്റ്മെൻറ്റ് സാധാരണയായി കാണുന്നത് നാട്ടിലൊക്കെ കാണുന്ന പ്രൈവറ്റ് ചിട്ടികൾ. ഇതെല്ലാമാണ് സാധാരണയുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് മെത്തേഡ്സ്. ഈ പറഞ്ഞ ഇൻവെസ്റ്റ്മെൻറ്റുകളെല്ലാം ഒരു ബുദ്ധിപരമായ നിക്ഷേപങ്ങളാണോ എന്ന് ചോദിച്ചാൽ പലതിനും സംശയമുണ്ട്. എപ്പോഴും ഒരു കാര്യം വളരെ ശ്രദ്ധിക്കണം. നമ്മൾ നിക്ഷേപിക്കുമ്പോൾ ആ നിക്ഷേപിക്കുന്നതിന് കിട്ടുന്ന റിട്ടേൺ നമ്മുടെ ഇൻഫ്ലേഷൻ അഥവാ പണപ്പെരുപ്പത്തെ മറികടക്കുന്നതുള്ളതാണോ എന്നുള്ള കാര്യം വളരെ അധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്താണ് പണപ്പെരുപ്പം അഥവാ ഇൻഫ്ലേഷൻ? അതായത് ഇന്ന് നമ്മൾ 100 രൂപയ്ക്ക് ഒരു സാധനം വാങ്ങിയാൽ അതേ സാധനം അടുത്ത വർഷം ഇതേ സമയത്ത് വാങ്ങണമെങ്കിൽ 107 രൂപ കൊടുക്കണം. അതായത് 7% ഇൻഫ്ലേഷൻ ഇന്ത്യയുടെ ഇന്നത്തെ കണക്ക് പ്രകാരം. അപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞ ആ നിക്ഷേപങ്ങളെല്ലാം ഈ 7% കൂടുന്നുണ്ടോ എന്നുള്ള കാര്യം ഒന്ന് പരിശോധിക്കാം. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ് വന്ന ഇൻവെസ്റ്റ്മെൻറ്റിലെ ആദ്യത്തേതായ ബാങ്കിലെ സേവിങ്സ് അക്കൗണ്ട്. സേവിങ്സ് അക്കൗണ്ടിൽ അധികം ബാങ്കുകളും തരുന്ന ഇൻട്രസ്റ്റ് 2.5% മുതൽ 3.5% വരെയാണ്. പിന്നീട് പറഞ്ഞ RD അഥവാ റിക്കറിംഗ് ഡെപ്പോസിറ്റും അതും ഒരു 5% താഴെ റിട്ടേൺ തരാൻ സാധ്യതയുണ്ട്. പിന്നെ പറഞ്ഞ FD അഥവാ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഏകദേശം ഒരു 7% ഇൻട്രസ്റ്റ് നല്ല ബാങ്കുകൾ തരാനുള്ള സാധ്യതയുണ്ട്. പിന്നീട് പറഞ്ഞ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻഷുറൻസ് പോളിസീസ്. ഈ ഇൻഷുറൻസ് പോളിസികളെ എൻഡോവ്മെൻറ്റ് പോളിസികളെല്ലാം ഒരു 5% താഴെ മാത്രമേ റിട്ടേൺ തരാൻ സാധ്യതയുള്ളൂ. പിന്നെ കാണുന്ന പ്രൈവറ്റ് ചിട്ടികളിലുള്ള വളരെ പ്രധാനപ്പെട്ട ദോഷം എന്ന് വെച്ചാൽ അതൊരു സുരക്ഷിതമായുള്ള ഇൻവെസ്റ്റ്മെൻ്റ് അല്ല. കാരണം പ്രൈവറ്റ് ചിട്ടികൾ നടത്തുന്ന പല ആളുകളും ആ ചിട്ടികൾ നടത്തി കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ ആളുകളിരുന്ന് പൈസ മേടിച്ചതിന് ശേഷം അത് പിന്നീട് അപ്രത്യക്ഷമാകാറാണ് പതിവ്. ചുരുക്കം പറഞ്ഞാൽ FD ഒഴികെ ഒന്നും നമുക്ക് ഈ ഇൻഫ്ലേഷൻ്റെ അടുത്തുപോലും അല്ലെങ്കിൽ ഇൻഫ്ലേഷനോട് മാച്ച് ചെയ്യുന്ന രൂപത്തിൽ പോലുള്ള റിട്ടേൺ തരാൻ സാധ്യതയില്ല എന്നല്ല, തരുന്നില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. FD മാത്രമാണ് അറ്റ്ലീസ്റ്റ് നമുക്ക് പണപ്പെരുപ്പത്തിൻ്റെ അത്ര തരാനുള്ള ഒരു സാധ്യതയുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ്. അപ്പോൾ ഇതിൽ നിന്നും ഒരു കാര്യം മനസ്സിലായി. ഈ പറഞ്ഞ നിക്ഷേപങ്ങൾ ഒന്നും പോലും നമുക്ക് ഒരു ബുദ്ധിപരമായ ഒരു നിക്ഷേപങ്ങളായി കാണാൻ സാധിക്കുകയില്ല. അപ്പോൾ പിന്നെ ഇതിനേക്കാൾ കൂടുതൽ റിട്ടേൺ തരാൻ സാധ്യതയുള്ള നിക്ഷേപങ്ങൾ ഏതെല്ലാം ആണെന്ന് നോക്കാം. ഒന്ന് ഗോൾഡ്, രണ്ടാമത്തത് റിയൽ എസ്റ്റേറ്റ്, മൂന്നാമത്തത് ബൈയിങ് ഷെയർസ്, നാലാമത്തത് മ്യൂച്വൽ ഫണ്ട്സ്. ഇനി ഒന്നൊന്നായി ഇതിനെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം.
നമുക്ക് ആദ്യം ഗോൾഡ് നോക്കാം. ഗോൾഡ് വളരെ സുരക്ഷിതമായൊരു ഇൻവെസ്റ്റ്മെൻറ്റാണ്. ഇപ്പോൾ കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ ഗോൾഡ് തന്ന റിട്ടേൺ ഏകദേശം 70 മുതൽ 80% വരെയാണ്. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കണം, ഗോൾഡ് എപ്പോഴും ഒരേ റിട്ടേൺ തന്നോളെന്ന് ഒരു നിർബന്ധവുമില്ല. അത് പിന്നീട് താഴേക്ക് വരാനുള്ള സാധ്യതയും കൂടുതലാണ്. പക്ഷേ ഓവറാൾ ഒരു 10-12% റിട്ടേൺ ഒരു ലോങ് റണ്ണിൽ ഗോൾഡിന് തരാൻ സാധിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. പക്ഷേ ഗോൾഡ് വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഒരു ഫിസിക്കൽ ഗോൾഡ് വാങ്ങിക്കാതെ ഡിജിറ്റൽ ഗോൾഡിലേക്ക് നീങ്ങേണ്ടതുണ്ട്. ഒരു ഇൻവെസ്റ്റ്മെൻറ്റാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് ആഭരണങ്ങളായി വാങ്ങിക്കാതെ നമ്മൾ ഡിജിറ്റൽ ഗോൾഡുകൾ വാങ്ങിക്കാനുള്ള സംവിധാനങ്ങൾ ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ ഗോൾഡിൻ്റെ വില കൂടുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഡിജിറ്റൽ ഗോൾഡിൻ്റെ വിലയും ഓട്ടോമാറ്റിക്കലി കൂടും. അതായിരിക്കും കുറച്ചും കൂടെ സുരക്ഷിതമായതും സേഫായതും ആയ മെത്തേഡ്. കാരണം നമ്മൾ ആഭരണങ്ങൾ വാങ്ങിക്കുമ്പോൾ അതിൻ്റെ പണിക്കുറവ് എന്നുള്ളതെല്ലാം നമ്മളത് സെപ്പറേറ്റായി കൊടുക്കേണ്ടി വരും. അപ്പോൾ അതിന് നമ്മൾക്കുള്ള റിട്ടേൺ കുറയാനുള്ള സാധ്യതയുണ്ട്. പിന്നെ അടുത്തതായിട്ടുള്ള ഒരു നിക്ഷേപമാണ് റിയൽ എസ്റ്റേറ്റ്, സ്ഥലങ്ങൾ വാങ്ങിയിടുക. അതും നല്ലൊരു മെത്തേഡാണ്. പക്ഷേ അതിനൊക്കെയുള്ള ഡ്രോബാക്സ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് വളരെ ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻ്റ് ആയിരിക്കണം. ലക്ഷങ്ങൾ ചിലവഴിച്ചിട്ട് വേണം നമുക്ക് ഓരോ സ്ഥലങ്ങൾ വാങ്ങിയിടാനും. പക്ഷേ അതൊരു വളരെ ലോങ് റണ്ണിൽ തീർച്ചയായും നല്ല റിട്ടേൺ തന്നിരിക്കും, കാര്യത്തിൽ സംശയമില്ല. പക്ഷേ നമ്മളുടെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ എമൗണ്ട് വളരെ കൂടുതലായിരിക്കും. പിന്നീട് അതിൻ്റെ സ്ഥലങ്ങളുടെ ലീഗലായിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണം അത് വാങ്ങിക്കാൻ. അങ്ങനെയുള്ളൊരു ഡ്രോബാക്ക് ഒഴിച്ചാൽ റിയൽ എസ്റ്റേറ്റും നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് മെത്തേഡ് തന്നെയാണ്. പിന്നീട് പറഞ്ഞ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ആണ് ബൈയിങ് ഷെയർസ്, സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് ഷെയർസ് വാങ്ങിക്കുക. പക്ഷേ അത് വളരെ ഹൈ റിട്ടേൺ തരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പക്ഷേ അതിനുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ നോളജ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിനെക്കുറിച്ച് നല്ലപോലെ പഠിച്ചിട്ട് മാത്രമേ അത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ നമ്മൾ അറിഞ്ഞ് നമ്മൾ ചെയ്യുകയാണെങ്കിൽ വളരെ നല്ല റിട്ടേൺ തരാനുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് മെത്തേഡ് തന്നെയാണ് അത്. പിന്നീട് അവസാനം പറഞ്ഞതാണ് നമ്മൾ മ്യൂച്വൽ ഫണ്ട്. മ്യൂച്വൽ ഫണ്ടുകളിൽ തന്നെ ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടുകളും ഡെപ്റ്റ് മ്യൂച്വൽ ഫണ്ടുകളുമുണ്ട്. അപ്പോൾ അത് വളരെ സേഫായിട്ടും വളരെ നല്ല റിട്ടേൺ കിട്ടുന്ന ഒരു ബെസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് തന്നെയാണ് മ്യൂച്വൽ ഫണ്ട്. അപ്പോൾ ഇതിൽ നിന്നും ഒരു കാര്യം നമുക്ക് മനസ്സിലായി, ഈ മ്യൂച്വൽ ഫണ്ടുകളാണ് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും വളരെ സുരക്ഷിതമായതും നല്ല ഹൈ റിട്ടേൺ കിട്ടാൻ സാധ്യതയുള്ളതുമായ നിക്ഷേപ മാർഗം എന്നുള്ള കാര്യം സത്യമാണ്. മറ്റൊരു ബ്യൂട്ടി മ്യൂച്വൽ ഫണ്ടിൻ്റെ എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ ഈ പറഞ്ഞ എല്ലാ ഇൻവെസ്റ്റ്മെൻറ്റും, ഗോൾഡ് ആയാലും റിയൽ എസ്റ്റേറ്റ് ആയാലും ഷെയർസ് ആയാലും, ഇതെല്ലാം നമ്മൾ മ്യൂച്വൽ ഫണ്ടിലൂടെ നിക്ഷേപിക്കാം എന്നുള്ള ഒരു മനോഹാരിത കൂടി ഈ മ്യൂച്വൽ ഫണ്ടിനുണ്ട്. മറ്റൊരു അഡ്വാൻറ്റേജ് മ്യൂച്വൽ ഫണ്ട് എന്ന് വെച്ചാൽ, നമുക്ക് എല്ലാ മാസവും ഒരു നിശ്ചിത എമൗണ്ട് എല്ലാ മാസവും നിക്ഷേപിക്കാനുള്ള സൗകര്യവും മ്യൂച്വൽ ഫണ്ടിന് ഉണ്ട്. അതെല്ലാ മാസവും നമുക്ക് ശമ്പളം കിട്ടുമ്പോൾ നമ്മുടെ ശമ്പളത്തിൽ നിന്നും അക്കൗണ്ടിൽ നിന്നും എല്ലാ മാസവും 5,000 രൂപയാണോ 10,000 രൂപയാണോ എത്രയാണോ നമ്മൾ നിക്ഷേപിക്കാനുള്ള പ്ലാനുള്ളത്, ആ എമൗണ്ട് നമ്മുടെ ശമ്പളം കിട്ടിയാൽ നമ്മളെ അക്കൗണ്ടിൽ നിന്ന് ഓട്ടോമാറ്റിക്കായി ഡെബിറ്റ് ആവും. അപ്പോൾ ഒരു തുടക്കക്കാർക്ക്, ഒരു ശമ്പളക്കാരന് ഏറ്റവും സൗകര്യപ്രദവും വളരെ സുരക്ഷിതവുമായ, റിസ്ക് ഉണ്ടെങ്കിൽ പോലും ഒരു സുരക്ഷിതമായ ഒരു മെത്തേഡ് ഓഫ് ഇൻവെസ്റ്റിംഗ് ആണ് മ്യൂച്വൽ ഫണ്ടുകൾ. അത് എല്ലാ മാസവും SIP രൂപത്തിൽ, സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ പ്രകാരം നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് ഡെബിറ്റ് ചെയ്യപ്പെടും. മ്യൂച്വൽ ഫണ്ടിൽ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണം എന്നതിനെക്കുറിച്ചും മ്യൂച്വൽ ഫണ്ടിനെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വിവരണം ഞാൻ അടുത്ത വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും. ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ആൻഡ് നിങ്ങളുടെ മറ്റുള്ള ഫ്രണ്ട്സിനെ ഷെയർ ചെയ്യുകയും ചെയ്യുക. ആൻഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം എന്നും അപേക്ഷിക്കുന്നു. താങ്ക് യു.